പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ സമയമാണ് ഇലക്ഷൻ നടന്നത്. കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ പ്രതീക്ഷകൾക്കെല്ലാം വിരുദ്ധമായി, കാരണം തമിഴ്നാട്ടിൽ DMK അധികാരത്തിൽ വരും എന്നായിരുന്നു പൊതുധാരണ. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് നടൻ ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ് 100 ദിവസം പൂർത്തീകരിച്ചു. കേരളത്തിൽ അധികാരത്തിൽ വന്ന VD സതീശൻ ഗവൺമെൻറ് 90 ചില്ലുവാനും ദിവസം. കാരണം ഈ മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രതിസന്ധി ഇവിടെ വന്നല്ലോ. അതുകൊണ്ടാണ് ഈ 90-100 ദിവസമായിട്ട് മാറിയത്. അവിടെ എന്തായാലും 100 ദിവസം അവിടെ പൂർത്തീകരിച്ചു. ഇവിടെ 90-ലധികം ദിവസം VD സതീശൻ സർക്കാരും പൂർത്തീകരിച്ചു. സുഹൃത്തുക്കളെ, ഈ സർക്കാരുകളുടെ ആദ്യ 100 ദിവസം എന്നൊക്കെ പറയുന്നത് വളരെ നിർണായകമാണ്, വളരെ പ്രധാനമാണ്. ആ സർക്കാർ എന്തായിരിക്കും, ആ സർക്കാർ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, ആ സർക്കാർ ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ആദ്യത്തെ 100 ദിവസങ്ങൾ, അല്ലെങ്കിൽ അത് 90-100 ദിവസങ്ങൾ. എന്തായാലും തമിഴ്നാട്ടിൽ 100 ദിവസം കഴിഞ്ഞു, കേരളത്തിലും ഏതാണ്ട് 90 ദിവസങ്ങൾ കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ 100 ദിവസം കൊണ്ട് വിജയ് ചെയ്ത കാര്യങ്ങളും അതേസമയം കേരളത്തിൽ ഈ 90 ചില്ലാനം ദിവസങ്ങൾ കൊണ്ട് എന്താണ് നടന്നത് എന്നുള്ളതും കൂടി ഒന്ന് താരതമ്യം ചെയ്യാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, ഇത് സംബന്ധിച്ച് ഈ തമിഴ്നാട്ടിലെ കഴിഞ്ഞ 100 ദിവസത്തിനുള്ളിൽ എന്ത് നടന്നു എന്നുള്ളത് സംബന്ധിച്ചൊരു പരസ്യം മലയാള മനോരമയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വന്നിരുന്നു. സത്യത്തിൽ ആ പരസ്യം കണ്ട് ഞാൻ എൻ്റെ തല മരവിച്ച് പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കാരണം നമുക്കറിയാം, ജോസഫ് വിജയ് എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയക്കാരൻ പോലും ആയിരുന്നു, ഒരു സിനിമാ നടനായിരുന്നു. യാതൊരു ഭരണ പരിചയവും ഇല്ലാത്ത ഒരാളായിരുന്നു, കാരണം സിനിമാ നടനായിരുന്നല്ലോ. അയാൾ വിജയ് അധികാരത്തിൽ വന്ന സമയത്ത് ഇതൊരു നടനാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്, ഒരു ചുക്കും അവിടെ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ സിനിക്കലായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരുപാടുണ്ടായിരുന്നു മാധ്യമങ്ങളിലൊക്കെ ആയിട്ട്. എന്നാൽ വിജയുടെ 100 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ഒരു മാറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന എന്ന ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നമ്മൾ കാണുകയുണ്ട്. അഴിമതിക്കെതിരെ നടത്തുന്ന പോരാട്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിജയ് ഒരു സിനിമാ നടൻ, ഒരു രാഷ്ട്രീയക്കാരനായി മാറിയതാണെങ്കിലും 100 ദിവസങ്ങൾ കൊണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ അവിടെ അടിസ്ഥാനപരമായി തന്നെ വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന വിജയുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ 100 ദിവസം വിജയ് അവിടെ ചെയ്ത കാര്യങ്ങൾ സംബന്ധിച്ച് അവർ ചെയ്ത പരസ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. അതൊന്ന് ഒരല്പം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാനിവിടെ പോകുന്നത്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ഈ കാലഘട്ടത്തിൽ എന്താണ് ചെയ്തത് എന്നുള്ളിടത്തേക്ക് പോകാൻ. സുഹൃത്തുക്കളെ, നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി സിംഗപ്പൺ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തായ്മാമൻ തങ്കമോതിരം പദ്ധതി, അതായത് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണ്ണമോതിരം നൽകുന്നതിന് 560 കോടി രൂപ. വെട്രി തമിഴ്നാട് നിക്ഷേപക കോൺക്ലേവ് 2026 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം. ആലോചിച്ച് നോക്കണം, 3 മാസം കൊണ്ട് 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് സമീപമുള്ള 717 മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചു. അപ്പോഴാണ് ഇവിടെ തീവ്രത കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ച. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അടുത്തത് വെട്രി സ്കിൽ ട്രെയിനിങ് സ്കീം. 12 ലക്ഷം വിദ്യാർത്ഥികൾക്കും 1 ലക്ഷം യുവാക്കൾക്കും നൈപുണ്യ വികസന പരിശീലനം. അതുപോലെ തന്നെ TN വെട്രി ജലവിതരണം, ഖരമാലിന്യം, ശുചിത്വം, ഗ്രാമീണ ഗതാഗത സൗകര്യങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്താൻ 6000 കോടി രൂപ. അടുത്തത് ലഹരി സംഘത്തെ നിയന്ത്രിക്കാനും ലഹരിക്കടത്ത് തടയാനും 65 സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് യൂണിറ്റുകളായ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇൻട്രഡിക്ഷൻ ഓഫ് നാർക്കോട്ടിക്സ് ആൻഡ് ഗാങ്സ് രൂപീകരിച്ചു. അണ്ണൻസ് സീർ പദ്ധതി, സ്ത്രീകൾക്ക് വിവാഹത്തിനായി 1 പവൻ സ്വർണവും പട്ടുസാരിയും നൽകുന്നതിന് 812 കോടി രൂപ. കരിമ്പ് ടണ്ണിന് 4000 രൂപയും നെല്ല് ക്വിൻ്റലിന് 2750 രൂപയും പ്രത്യേക ആനുകൂല്യങ്ങൾ. വെട്രി ഭവന പദ്ധതി 3500 കോടി രൂപ അനുവദിച്ചു. വെട്രി 150 സ്കീം, 150 ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതി. വെട്രി മഹിളാ ആട് വളർത്തൽ പദ്ധതി, സ്ത്രീകൾക്ക് 5 ആടുകളെ നൽകുന്ന പദ്ധതി. 2 മാസത്തിൽ 500 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് വരെ സൗജന്യം. പെരുന്തലൈവർ കാമരാജൻ പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ വിപുലീകരണം. 6 മുതൽ 8 വരെ ക്ലാസ്സിലെ 12,87,133 അധിക വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ
15,414 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് പദ്ധതി വ്യാപിച്ചു. 710 കോടി രൂപ അനുവദിച്ചു. കർഷകർക്ക് കാർഷിക വായ്പ ഇളവിനായി 6,000 കോടി രൂപ. വെട്രി ലാപ്ടോപ്പ് സ്കീം, കോളേജ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകാൻ 2,000 കോടി രൂപ. ആധുനിക ബ്രാൻഡഡ് സൈക്കിളുകൾ, ഹെൽമെറ്റുകൾ, വാട്ടർ ബോട്ടിലുകൾ എന്നിവ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക്. സത്യസന്ധവും സുതാര്യവുമായ ഭരണ സംവിധാനം, അതിവേഗ പ്ലാൻ പദ്ധതി, ലളിതമായ ഓൺലൈൻ രജിസ്ട്രേഷൻ. സുഹൃത്തുക്കളെ, ഇതാണ് 100 ദിവസം കൊണ്ട് ജനങ്ങൾക്ക് ചെയ്യും എന്ന് ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം അങ്ങ് പൂർണ്ണമായി നടപ്പിലാക്കി എന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വിജയ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. മറുഭാഗത്ത് കേരളത്തിലൊരു സർക്കാർ വന്നു. വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ 90 ചില്ലാന ദിവസം ഇപ്പം പൂർത്തിയാക്കിയിരിക്കുന്നു. എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഇവിടെയും ഒരു ബജറ്റ് പ്രഖ്യാപിച്ചു. എന്തൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് എനിക്കൊരു ഊഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ഏറ്റവും സുപ്രധാനമായി വന്നത് എന്താണ്? വനിതകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി. അതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്ന 2 പദ്ധതികളിൽ ഒന്ന്. രണ്ടാണ് ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മയക്കുമരുന്നിനെതിരെ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതി. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 90 ദിവസത്തിനുള്ളിൽ വി ഡി സതീശൻ സർക്കാർ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്. നമ്മുടെ മനസ്സിൽ വരുന്നത് അത് മാത്രമാണ്. പിന്നീട് ചെറിയ കാര്യങ്ങൾ, നവീൻ ബാബുവിൻ്റെ മകൾക്ക് ജോലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ആശാവർക്കർമാരുടെ ഇത് കൂട്ടിയത് ഉൾപ്പെടെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാം. ഇതല്ലാതെ എന്താണ് 90 ദിവസം കഴിഞ്ഞിട്ടും ഈ കേരളത്തിൽ നടന്നിട്ടുള്ള സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിച്ചു. 102 സീറ്റിൽ അധികാരത്തിൽ വന്ന ഇപ്പം വിജയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിജയ്ക്ക് കട്ടിച്ചാണ് അവിടെ അധികാരത്തിൽ വന്നത്. ഘടകകക്ഷികളുടെ പിന്തുണയിലാണ് ഇപ്പോൾ വിജയ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ കോൺഗ്രസ് പിന്നെ തന്നെ 64 MLA-മാരാണുള്ളത്. 102 പേരുടെ 102 പേരുടെ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ. എന്താണ് സതീശൻ ഇവിടെ ചെയ്തത്? യഥാർത്ഥത്തിൽ കഴിഞ്ഞ 90 ദിവസങ്ങളിൽ സതീശൻ എന്താണ് ചെയ്തത് എന്ന് ആത്മാർത്ഥമായി ചോദിച്ചാലുള്ള മറുപടി എന്താ? സതീശൻ ഉണ്ടാക്കി വെച്ച വിവാദങ്ങൾക്ക് സതീശൻ മറുപടി നൽകിയത്. അതല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരുന്നത്? എത്ര വിവാദങ്ങൾ സുഹൃത്തുക്കളെ, ഈ കൈവിരലുകൾ പോരാതെ വരും നമ്മൾ വിവാദങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. സതീശൻ ഓരോ സുപ്രഭാതത്തിലും ഒരു വിവാദം ഉണ്ടാക്കും, അതിന് സതീശൻ തന്നെ മറുപടി പറയും. പിന്നെ സതീശൻ വിവാദം ഉണ്ടാക്കും, പിന്നെയും സതീശൻ മറുപടി പറയും. പിന്നെ സതീശൻ വിവാദം ഉണ്ടാക്കും, പിന്നെയും സതീശൻ മറുപടി പറയും. ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ച് നോക്കി. നമ്മൾ സതീശനെ അധികാരത്തിൽ വരാൻ പിന്തുണച്ച എല്ലാ വിഭാഗം ജനങ്ങളും സതീശനെതിരായി തിരിയുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞോ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PM ശ്രീ അറബിക്കടലിൽ എഴുതിയെന്ന് പറഞ്ഞു. ഇപ്പൊ PM ശ്രീ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഊരാളുങ്കൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന സംവിധാനമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഊരാളുങ്കലുമായി മുന്നോട്ട് പോകുന്നു. പിണറായി വിജയന്റെ കൂടുന്ന എല്ലാ വൃത്തികേടുകൾക്ക് കൂട്ടുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇപ്പോഴും തുടരുന്നു. ജയതിലക് എന്ന് പറഞ്ഞവനുണ്ടായിരുന്നു, അവൻ തുടർന്നു. വിശ്വനാഥ് സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ചീഫ് സെക്രട്ടറി ഇപ്പോൾ തുടരുന്നു. വിജയന്റെ കാലത്തെ DGP തുടരുന്നു. അപ്പോൾ ആ നിലയിൽ ഈ വിവാദങ്ങൾക്ക് പുറമെ വിവാദം, കോടതിയിൽ നിന്നൊക്കെ കിട്ടുന്ന വിമർശനങ്ങൾ ചെറുതാണ്. ഞാൻ എന്ത് പറയാനാണ്, ഞാൻ അതിനകത്തേക്ക് കൂടുതൽ പോകുന്നില്ല. കാരണം പരാതിക്കാരനായതുകൊണ്ട് ആണ് ഞാൻ കൂടുതൽ പോകാത്തത്. ഇപ്പം ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വിവാദം എടുത്തു നോക്കിയാൽ പോലും എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് നമ്മൾ ആലോചിക്കേ. ഏറ്റവും അവസാനം വന്നത് എന്താ? മയക്കുമരുന്ന് കച്ചവടക്കാരുമായി ഇയാൾക്ക് ബന്ധമെന്ന ആരോപണം. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ 90 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞാനിതിനകത്ത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ജോസഫ് വിജയ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമാ നടൻ രാഷ്ട്രീയക്കാരനായി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്ന് 100 ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചെയ്തുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ച് നമുക്കൊരു ധാരണയുമുണ്ട്. നിലപാടുകളുടെ രാജകുമാരനെന്നും പട നയിച്ചവൻ നാട് നയിക്കാനെന്നും പറഞ്ഞ് 102 സീറ്റിൽ അധികാരത്തിൽ വന്ന വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ 90 ദിവസം ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വിവാദം എന്ന് പറഞ്ഞാൽ എന്താ? അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ഒരു വനിതാ മന്ത്രിയുണ്ട്, ബിന്ദു കൃഷ്ണ. അവരെന്താ വനിതാ ശിശുക്ഷേമ വകുപ്പൊക്കെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അവർക്ക് 3 മാസമായിട്ടും പ്രൈവറ്റ് സെക്രട്ടറി കിട്ടിയിട്ടില്ല സുഹൃത്തുക്കളെ.
ഒരു പ്രൈവറ്റ് സെക്രട്ടറി അവർക്കില്ല. വേറെ ഏതൊരു മന്ത്രിക്കും പ്രൈവറ്റ് സെക്രട്ടറി ഇല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു ഇത് വരുത്തുന്നതിന് പകരം വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ചത്ത് ചീഞ്ഞ് കിടക്കുന്ന പ്രതിപക്ഷത്തിന് പോലും ഊർജം കൊടുക്കുന്ന നിലയിൽ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകപ്പാടെ ഒരല്പം ആശ്വാസം നൽകുന്ന 2 പദ്ധതികൾ, സ്ത്രീകൾക്കുള്ള സൗജന്യ പദ്ധതിയും ഈ ഓപ്പറേഷൻ തൂഫാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ 100 ദിവസത്തെ പ്രകടനം സംബന്ധിച്ച് തമിഴ്നാട് സർക്കാർ ചെയ്തതും കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതാണ് എന്ന് എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിച്ചിട്ടുള്ളത്.